കുറ്റകൃത്യങ്ങളുടെ പിന്നാമ്പുറങ്ങൾ തേടുന്ന സീക്രട്ട് ഫയലിലേക്ക് സ്വാഗതം. മോഷണവും കൊള്ളയും അതിൻ്റെ സർവ്വ സീമകളിൽ ലംഘിച്ചുകൊണ്ട് മുന്നേറുന്ന കാഴ്ചകളാണ് നാം ഓരോ ദിനവും പത്രമാധ്യമങ്ങളിലൂടെ വായിച്ചറിയുന്നത്. മോഷണ രാജാക്കന്മാർ പുതിയ പുതിയ തന്ത്രങ്ങളുമായി ഓരോ ദിനവും നമ്മുടെ മുന്നിൽ അവതരിക്കുകയാണ്. കുറ്റകൃത്യങ്ങളുടെ അകമ്പൊരുൾ പഠിച്ചിറങ്ങിയ അന്വേഷണ ഉദ്യോഗസ്ഥരെ പോലും ഇവർ ഞെട്ടിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു സംഭവമാണ് കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂരിൽ അരങ്ങേറിയത്. ചെറുവത്തൂരിലെ വിജയ ബാങ്ക് കള്ളന്മാർ കൊള്ളയടിച്ചു. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ ബാങ്ക് കൊള്ളയായി ഇതിനെ വിശേഷിപ്പിക്കുന്നു. ഈ ബാങ്ക് കൊള്ളയടിക്കുന്നതിൽ അവർ പ്രയോഗിച്ച തന്ത്രങ്ങളാണ് ഏറെ കൗതുകകരം. 4 മാസം നീണ്ട തീവ്രമായ പരിശ്രമത്തിലൂടെയാണ് ഇവർ തങ്ങളുടെ ആസൂത്രണം നടപ്പിലാക്കിയത്. ഒരു നാടിനെ മുഴുവൻ വിഡ്ഢികളാക്കിയ ആ സംഭവത്തിൻ്റെ പിന്നാമ്പുറങ്ങൾ തേടിയാണ് ഞങ്ങൾ ഇന്ന് യാത്രയാവുന്നത്. അത്യന്തം നിഗൂഢവും ആസൂത്രിതവുമായ ഒരു ബാങ്ക് കൊള്ളയുടെ പിന്നാമ്പുറങ്ങൾ തേടിയുള്ള ഒരു അന്വേഷണ യാത്ര. ഇന്നു രാജേഷ് എത്തും. 6 അംഗ സംഘം അവന്റെ വരവിനായി ദിവസങ്ങളായി കാത്തിരിക്കുകയായിരുന്നു. ബാക്കി എല്ലാവരുടെയും ജോലി ഭംഗിയായി പൂർത്തിയാക്കി. ഈ 4 മാസത്തെ പ്രയത്നത്തിന് ഇന്ന് ഫലം കാണുകയാണ്. ഒരാൾ പോലും ശ്രദ്ധിക്കാത്ത വിധത്തിൽ കാര്യങ്ങളെല്ലാം നടപ്പിലാക്കി. എല്ലാം ലത്തീഫിന്റെ മിടുക്കായിരുന്നു. അയാളാണല്ലോ സംഘത്തലവൻ. ലത്തീഫിന്റെ പദ്ധതി കൃത്യമായി വിജയിച്ചിരിക്കുന്നു. സംഘങ്ങൾ കുറച്ചുനേരം വിശ്രമിക്കാനായി പലയിടത്തായി മാറി നിന്നു, ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ. മൂന്ന് മാസമായിട്ട് നിങ്ങൾക്ക് ചോദ്യം ചെയ്ത സമയത്തിൽ മനസ്സിലായത് കഴിഞ്ഞ 3 മാസമായിട്ടും ഈ പരിപാടി ആസൂത്രണം ചെയ്യുകയായിരുന്നു. 3 മാസം ആസൂത്രണമായിരുന്നു. പിന്നെ ഇവിടുത്തെ ഒരു സൂത്രധാരൻ ലത്തീഫ് വളരെ സ്മാർട്ടാണ്. ഒരു ടെക്നിക്കൽ എവിഡൻസ് വിടാതെ, ഒരു ശാസ്ത്രീയ എവിഡൻസ് വിടാതെ, വളരെ മെറ്റിക്കുലസ് പ്ലാനിങ് ചെയ്തിട്ടാണ്. ഒരു ശാസ്ത്രീയ എവിഡൻസ് വിടാതെ അദ്ദേഹത്തിന് ഫേസ് തന്നെ പുറത്ത് വരാതെ ബാക്കി ഒരു കർണാടകക്കാരനെ കൊണ്ടുവന്നിട്ട് ഒരു ന്യൂ ഫേസ്, നാളെ ആരും സംശയിക്കേണ്ട എന്നിട്ട് ഒരു പുതിയ ഫേസ് അല്ലാതെ സമൂഹത്തിലുള്ള ഒരു നല്ല ആൾക്കാരനെ മുമ്പിൽ വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യാൻ സാധിച്ചു. നാളെ ആൾക്കാരനെ സ്ഥലത്തിൽ എന്തെങ്കിലും സംശയം വരണ്ടാന്നിട്ട് വളരെ മെറ്റിക്കുലസ് ആണ് അദ്ദേഹം പ്ലാൻ ചെയ്തിരുന്നു. ഇസ്മായിൽ ആയിരുന്നു ചെറുവത്തൂരിൽ ആദ്യം കാലുകുത്തിയത് 4 മാസങ്ങൾക്ക് മുമ്പ്. പിന്നീട് ഓരോ ദിവസങ്ങളിലായി ലത്തീഫും മുരളിയും ബഷീറും നാസറും രാജേഷുമൊക്കെ സ്ഥലത്തെത്തിയത്. ചെറുവത്തൂരിൽ എത്തുന്നതിനു മുമ്പ് തന്നെ പദ്ധതികളെല്ലാം കൃത്യമായി ആസൂത്രണം ചെയ്തിരുന്നു. എല്ലാ വിടവുകളും അടച്ചുകൊണ്ടുള്ള ആസൂത്രണ പദ്ധതി. ലക്ഷ്യസ്ഥാനത്തെത്തിയാൽ പിന്നെ അന്യോന്യം മിണ്ടാൻ പോലും പാടില്ല. സംഘങ്ങൾക്ക് ലഭിച്ച കർശന നിർദ്ദേശം ഇതായിരുന്നു. ശനിയാഴ്ച ഉച്ചക്കാണ് അവർ ഇതിൻ്റെ മോഷണത്തിൻ്റെ തുടക്കം കുറിച്ചിരിക്കുന്നത്. അന്ന് തുരന്ന് അകത്ത് കയറിയപ്പോൾ അലാറം കേട്ടു. അവർ ഇറങ്ങി ഓടുകയും തുടർന്ന് വൈകുന്നേരം ലത്തീഫും അതുപോലെ തന്നെ മുരളി, മുബഷിർ എന്നീ 3 പ്രതികൾ വീണ്ടും വരികയും ഈ ലോക്കറിനകത്ത് കയറുകയും സ്ട്രോങ് റൂമിനകത്ത് കയറുകയും അലമാറുണ്ടായിരുന്ന പണം എടുത്തു കൊണ്ടുപോവുകയും ചെയ്തിട്ടുള്ളതാണ്. അവിടെ നിന്ന് കിട്ടിയ താക്കോൽ ഉപയോഗിച്ചാണ് പിറ്റേ ദിവസം വീണ്ടും അവർ വന്ന് സ്ട്രോങ് റൂം അലമാര തുറന്ന് സ്വർണ്ണാഭരണങ്ങൾ മോഷണം ചെയ്തു കൊണ്ടുവരുന്നത്.
നഗരത്തിലെ വിജയ ബാങ്ക് കൊള്ളയടിക്കാനായി 7 സംഘം ഒത്തുകൂടി. കൊടുവയലിലെ ബാങ്ക് കൊള്ളയടിക്കാനാണ് ആദ്യം പദ്ധതിയിട്ടത്. പക്ഷേ ആ പദ്ധതി പാളിപ്പോയി. പിന്നെയാണ് ചെറുവത്തൂരിലെ വിജയ ബാങ്ക് ലക്ഷ്യം വെച്ചത്. കണക്കുകൂട്ടലുകളെല്ലാം വളരെ കൃത്യമായിരുന്നു. ഇതൊരു സാധാരണ ഒരു കവർച്ച എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല. വളരെ ആസൂത്രിതമായിട്ട് ചെയ്തിട്ടുള്ള ഒരു കവർച്ചയാണ്. ഒരു 2-3 മാസക്കാലം ഇതിൻ്റെ പരിസരങ്ങൾ വളരെ കൃത്യമായി നിരീക്ഷണം നടത്തിക്കൊണ്ട് ഇവിടെ ഒരു സ്ഥാപനം നടത്താൻ വേണ്ടിയിട്ടാണ് എന്നുള്ള രീതിയിൽ റൂം കെട്ടിട ഉടമയോട് വാങ്ങുകയും ഇതിൻ്റെ അകത്ത് എന്നാൽ 2 മാസക്കാലം വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളും കാര്യങ്ങളും നടക്കാതെ അതോടൊപ്പം ഈ കെട്ടിട ഉടമക്ക് വലിയ എമൗണ്ട് 1-2 ലക്ഷം രൂപ സെക്യൂരിറ്റി ഇതിനകത്ത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം വളരെ വിശ്വാസ്യത വരുത്തുന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ ചെയ്തത്. $3 ലക്ഷം അപ്പോൾ തന്നെ കടമുതലാളിക്ക് വാടക ഇനത്തിൽ നൽകി. മുതലാളി ഹാപ്പിയായി. ഒറ്റയടിക്ക് 4 കടമുറികളും പോയി. ചെറുവത്തൂരിലെ ചിലർക്ക് ഒരു സംശയം, എന്തിനു വേണ്ടിയാണ് ഇസ്മായിൽ ഈ 4 കടമുറികളും വാടകയ്ക്കെടുത്തത്? അതിന് ഇസ്മായിൽ പറഞ്ഞ മറുപടി നാട്ടുകാരെ സന്തോഷപ്പെടുത്തി. ചെറുവത്തൂരിൽ ഫാൻസി സാധനങ്ങളുടെ ഒരു ഹോൾസെയിൽ ഷോറൂം ഉടൻ തുറക്കാൻ പോകുന്നു. നീലേശ്വരം നഗരം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഷോറൂം. നാട്ടുകാരുടെ വായടച്ചു. റിപ്പയറിങ്ങിന് നമ്മൾ ഏകദേശം ഒരു 3 മാസമായി അവിടെ റിപ്പയറിങ് തുടങ്ങി. 2 കടയുണ്ട്, തൊട്ടിപ്പുറത്തെ കടയുണ്ട് ഫുൾ ബന്ധോസാക്കിയിട്ടില്ല. അപ്പോൾ നമ്മൾ ആരും അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. കട തുടങ്ങുന്നതല്ലേ. അപ്പോൾ ഒരു ഫാൻസി കട, ഫുഡ് വെയർ, അതിൻ്റെ ഹോൾസെയിൽ കട, അങ്ങനെ എല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ടായത്. ഇതിൻ്റെ ആളെ നമുക്ക് കണ്ടിട്ടൊന്നുമില്ല. അങ്ങനെ ഈ 12-ാം തീയതി ഭയങ്കരമായിട്ട് സൗണ്ട്, ഭയങ്കര ഇത് ബാർപ്പ് പൊളിക്കുന്ന സൗണ്ട് നമ്മങ്ങനെ ഭയങ്കരമായിട്ട് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മളിവിടെ പിഗ്മി കളക്ടറുണ്ട്, പിഗ്മി ഡെപ്പോസിറ്റ് എടുക്കുന്നത്. അവരോട് ഞാൻ പറഞ്ഞു, നീ ബാക്കിൽ പോയിട്ട് ബാങ്കാരെ തുറങ്ങുന്നുണ്ടോ എന്നാണ്, ബാക്കിൽ നീ പോയിട്ട് നോക്കുക പറഞ്ഞു. അങ്ങനെ അവൾ പോയിട്ട് ബാക്കിൽ പോയിട്ട് നോക്കി. അപ്പോൾ അവിടെ ഒന്നുമില്ല. പക്ഷേ ഇത് അടിയിൽ നിന്നല്ല തുറക്കുന്നത്. നമ്മൾ ഷോറൂമിന്റെ പണി തുടങ്ങി. പിന്നെ തട്ടലിന്റെയും മുട്ടലിന്റെയും ശബ്ദതരംഗങ്ങൾ വായുവിൽ അലയടിച്ചു. ഓരോ ദിവസവും പുതിയ പുതിയ ആളുകൾ മിന്നായം പോലെ പോകുന്നത് കാണാം. ഒരാളുടെയും മുഖം വ്യക്തമായി ആരും കണ്ടിട്ടില്ല. ആകെ കണ്ടിട്ടുള്ളത് പണിക്കാർക്ക് ചോറും കൊണ്ടുപോകുന്ന ഇസ്മായിലിനെ മാത്രമാണ്. എപ്പോഴും എന്തോ ആലോചനാഭാവത്തിൽ. ചെറുവത്തൂരിലെ വിജയ ബാങ്ക് കൊള്ളയടിക്കാൻ എത്തിയത് 7 കള്ളന്മാരായിരുന്നു. ഇതിൽ 6 പേരെ നാട്ടുകാർ ഒരിക്കൽ പോലും കണ്ടിട്ടുമില്ല. ഇതിൽ ഒരാളുടെ മുഖം അവ്യക്തമായി ചിലർ കണ്ടു. അയാളുടെ രേഖാചിത്രമാണ് പോലീസിനെ കള്ളന്മാരെ മുഴുവൻ കൊടുക്കാൻ സഹായമായത്. കാണാം തുടർന്നുള്ള കാഴ്ചകൾ. പുലർച്ചെയോടെ രാജേഷ് എത്തി. കയ്യിൽ സാധന സാമഗ്രികളും കരുതിയിരുന്നു. സംഘങ്ങൾക്ക് ആശ്വാസമായി. ഭിത്തി തുറക്കാൻ രാജേഷിനെ വെല്ലാൻ ആരുമില്ല. കർണാടകയിൽ നിന്നും വരുത്തിയതാണ് ഈ തുരപ്പനെ. ബാക്കി സജ്ജീകരണങ്ങളെല്ലാം പൂർത്തിയായി. ദേ ഈ വിധത്തിലൊക്കെ മുറികൾ സജ്ജീകരിച്ചു. പുറത്തുനിന്ന് ആരുടെയും ശ്രദ്ധ പതിയാതിരിക്കാൻ മുറികളെ ഫ്ലൈവുഡ് കൊണ്ട് മറച്ചു. അകത്തെ ശബ്ദം പുറത്തു കേൾക്കാതിരിക്കാൻ കനമേറിയ ഗ്ലാസുകൾ ജനൽപ്പാളികളെല്ലാം വിരിച്ചു. വമ്പൻ ഷോറൂമിന്റെ പണി നടക്കുന്ന വിധത്തിൽ കാഴ്ചക്കാർക്ക് തോന്നിപ്പിക്കാൻ എല്ലാ അടവുകളും പ്രയോഗിച്ചു.
അങ്ങനെ എല്ലാം കൂടി 7 ലക്ഷത്തോളം രൂപയാണ് പൊട്ടിച്ചിരിക്കുന്നത്. ചെറിയ മീനിനെ കൊണ്ട് വൻപൻ സ്രാവിനെ പിടിക്കാനുള്ള ഗൂഢതന്ത്രങ്ങൾ. ഒരാളെയും കണ്ടിട്ടില്ല. പിന്നെയും ചെറുതായിട്ടുള്ള ഓർമ്മ, ഇപ്പോൾ റൂം എടുത്തെന്ന് പറയുന്ന മഞ്ചേശ്വരം ഇസ്മായിൽ എന്ന് പറഞ്ഞ വ്യക്തിയെ ചെറുതായിട്ട് 2-3 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഒന്ന് മിന്നി മറിഞ്ഞിട്ടുണ്ട്, അതും മുഖം വ്യക്തമല്ല. പിന്നെ നമുക്ക് രേഖാചിത്രം കാണുമ്പോഴാണ് നമുക്ക് കൺഫേം ചെയ്യുന്നത് തന്നെ ഇയാളായിരുന്നു എന്നില്ല. രേഖാചിത്രം ഏതാണ്ട് അതുപോലെ ഇരിക്കുന്നുണ്ട്, ഏതാണ്ട് അയാൾ അതേ രൂപേന. പിന്നെ പണിക്കാരെ ഏകദേശം ഒരാളും കണ്ടിട്ടില്ല. അവർക്ക് വേണ്ട ഭക്ഷണമെല്ലാം ഇദ്ദേഹം ഹോട്ടലിൽ നിന്ന് ഷട്ടർ എപ്പം പകുതിയായിരിക്കും. പകുതി എന്ന് പറഞ്ഞാൽ ഒരാൾ മണങ്ങി ഇരുന്നാൽ മാത്രമേ കാണൂ അകത്തേക്ക്. അപ്പോൾ അത്രയായിരിക്കും. അതുകൊണ്ട് പണിക്കാർ ഒരാളും കണ്ടിട്ടില്ല. ഭക്ഷണം അതിൻ്റെ അകത്തേക്ക് എത്തിക്കാറാണ് പതിവ്. ഈ ഇസ്മായിൽ എന്ന് പറഞ്ഞ ആൾ എത്തിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരാളെയും കാണാൻ പറ്റിയിട്ടില്ല. വിജയ ബാങ്ക് ഇനി 2 ദിവസം തുറക്കില്ല. പെരുന്നാൾ അവധിയാണ്. ബാങ്ക് ജീവനക്കാരെല്ലാം സന്തോഷത്തോടെ യാത്രയായി. താഴത്തെ നിലയിൽ പണി തകൃതിയായി നടക്കുന്നുമുണ്ട്. വരാൻ പോകുന്ന വൻപൻ ഷോറൂമായിരുന്നു നാട്ടുകാരുടെ മനസ്സിലെ സ്വപ്നം. ചെറുവത്തൂരിന്റെ വികസന കുതിപ്പിലേക്ക് ഒരു നാഴികക്കല്ല്. ഇതിൻ്റെ താഴത്ത് തന്നെ ഒരു റൂം മറ്റ് ചില സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിൻ്റെ വ്യാജേന ഇതിൻ്റെ കെട്ടിട ഉടമയോട് വാങ്ങിയിട്ട് ഇതിനകത്ത് നിർമ്മാണ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുന്ന രീതിയിലുള്ള ഒരു സമീപനം കുറേ നാളുകൾ സ്വീകരിക്കുകയും അതിൻ്റെ മറവിൽ 2 ദിവസം തുടർച്ചയായി അവധി വന്നപ്പോൾ, ശനി ഞായർ ദിവസങ്ങൾ അവധി വന്ന സമയത്ത് ഇതിനകത്തുനിന്ന് ഇത് തുറന്ന് സാധനം കൈക്കലാക്കി. പിന്നെ ഏതാണ്ട് ഒരു 11 ശനിയാഴ്ച രാവിലെ ഒരു 11:44 കൂടിയിട്ട് ആ സാധനവുമായി ഇതുവഴി ഇറങ്ങിപ്പോയി എന്നുള്ളതാണ് ഈ CCTV ദൃശ്യത്തിനും കൂടി മനസ്സിലാക്കുന്നത്. നേരം 11 മണി കഴിഞ്ഞു കാണും. പരിചയമില്ലാത്ത ഒരു സൈറൻ കേട്ട് നാട്ടുകാർ അമ്പരന്നു. ആളുകൾ പരസ്പരം നോക്കി. ശബ്ദം വരുന്നത് വിജയ ബാങ്കിന്റെ ഭാഗത്തു നിന്നുമാണ്. നാട്ടുകാർ ബാങ്ക് ലക്ഷ്യമാക്കി പാഞ്ഞു. എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ നേരത്ത് ഇങ്ങനെ സൈറൻ പതിവുള്ളതല്ല. ആളുകൾ ബാങ്കിന് ചുറ്റും പാഞ്ഞു. പ്രത്യേകിച്ചൊന്നും അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതേസമയം താഴത്തെ മുറികളിൽ പണി നടക്കുന്നതിന്റെ ലക്ഷണവുമുണ്ട്. 20 മിനിറ്റ് നിർത്താതെ മുഴങ്ങിയതിനു ശേഷം സൈറൺ നിന്നു. സൈറൺ നിലച്ചതിന്റെ ആശ്വാസത്തിൽ ആളുകൾ പിരിഞ്ഞുപോയി. സൈറൻ നമ്മൾ ഒന്നാമത് ഇവിടെ ഓഡിറ്റോറിയത്തിൽ കല്യാണമായിരുന്നു. അപ്പോൾ ഒരുപാട് വാഹനങ്ങളുണ്ടായിരുന്നു ഇവിടെ. ഇപ്പോൾ ഇതിൻ്റെ തൊട്ട് മുറ്റത്ത് തന്നെ 2 വാഹനം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ആ ഫ്രൂട്ട്സ് കടയിലേക്ക് പോകും. അപ്പോൾ ഫ്രൂട്ട്സ് കടയിൽ പോയപ്പോൾ ഫ്രൂട്ട്സ് കടക്കാരനാണ് പറഞ്ഞത് ആ വണ്ടി സെൻട്രൽ ലോക്ക് ചെയ്തിട്ട് ആരോ പോയിട്ടുണ്ട്, അപ്പോൾ ആരെങ്കിലും ടച്ച് ചെയ്തിട്ടുണ്ടോ. അങ്ങനെ ഞാൻ നേരെ വണ്ടീൻ്റെ അടുത്തേക്ക് വരുന്നത്. വണ്ടീൻ്റെ അടുത്ത് വന്നപ്പോൾ വണ്ടിയല്ലാന്ന് മനസ്സിലായപ്പോൾ പിന്നെ നേരെ എനിക്ക് താഴെ നോക്കുമ്പോൾ ഏതാണ്ട് സൈറൻ്റെ ആ കോളാമ്പി പുറത്തേക്കാന്നുള്ളത്. അങ്ങനെ ഞാൻ മുകളിലേക്ക് കയറി ആദ്യത്തെ ആ ബാങ്കുകാരോട് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ സൈറൻ്റെ അടുത്തേക്ക് എത്തിയിരുന്നു. സൈറൻ്റെ അടുത്തെത്തിയ കൺഫേം ചെയ്തതിന് ശേഷം എനിക്ക് ഒരു 25% സംശയമുണ്ട്. അങ്ങനെയാണ് ഞാൻ അതിൻ്റെ ജനൽ വലിക്കുന്നുണ്ട്. ഒരു 3 പ്രാവശ്യത്തോളം ബാങ്കിൻ്റെ ജനൽ വലിക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ നേരെ എന്ത് ചെയ്യുന്നു പറഞ്ഞെങ്കിൽ ആ ചെറിയ ബാങ്കിൻ്റെ അടുത്തേക്ക് പോയിട്ട് ആ ബാങ്കുകാരനോട് കാര്യം ധരിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് താഴെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു 25% എനിക്ക് സംശയമുണ്ട്. അപ്പോൾ ആ സംശയം ഇദ്ദേഹത്തിൻ്റെ മറുപടിയിലൂടെ തീരെ ഇല്ലാതെയായി. 9 മണിയോടെ ബാങ്ക് തുറന്നു. വിജയകുമാരി ആ കാഴ്ച കണ്ട് നടുങ്ങിപ്പോയി. വീണ്ടും അവർ ആ കാഴ്ചയിലേക്ക് കണ്ണുകൾ പായിച്ചു. സ്ട്രോങ് റൂമിന്റെ തറയിൽ വലിയ ഒരു കുഴി. ആ കുഴിയുടെ അറ്റം
താഴത്തെ മുറിയിൽ എത്തി നിൽക്കുന്നു. എന്നുവെച്ചാൽ ബാങ്ക് കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നു. ഞെട്ടലോടെ ആ സ്ത്രീ ബാങ്കിന് പുറത്തേക്ക് ഓടി. ബാങ്കിനുള്ളിൽ പ്രവേശിക്കുവാനുള്ള കള്ളന്മാരുടെ ആദ്യ ശ്രമം പാളി. രണ്ടാമതൊരവസരത്തിനു വേണ്ടി അവർ കാത്തുനിന്നു. എല്ലാ സാഹചര്യവും അനുകൂലമായി തീരുവാൻ ആ സാഹചര്യം അവരെ തേടി വരികയും ചെയ്തു. കള്ളന്മാരുടെ ഞെട്ടിക്കുന്ന കൂടുതൽ വിശേഷങ്ങളിലേക്ക്. വിജയ ബാങ്ക് കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത കാട്ടുതീ പോലെ പാഞ്ഞു. നഷ്ടപ്പെട്ടിരിക്കുന്നത് 20 കിലോ സ്വർണവും 3 ലക്ഷം രൂപയും. സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ ബാങ്ക് കൊള്ള. താഴത്തെ നിലയിലെ പണിക്കാരെയും കാണാനില്ല. ഷട്ടറുകളെല്ലാം അടച്ചുപൂട്ടിയിരിക്കുന്നു. നാലു മാസം നീണ്ട പദ്ധതി കള്ളന്മാർ വിജയിപ്പിച്ചിരിക്കുന്നു. എല്ലാം കൃത്യമായി ആസൂത്രണം ചെയ്ത വിധത്തിൽ. ഒരാൾക്കും ഒരു സംശയത്തിനും ഇട കൊടുക്കാതെ. അപ്പം എന്തായാലും പിന്നെ ഇപ്പം പോലീസ് അടക്കം എന്നോട് പറഞ്ഞത് നീ ആ ബാക്ക് ഷട്ടറിൻ്റെ അകത്ത് കയറിയിട്ടുണ്ടായിരുന്നല്ലോ, അപ്പം ഒന്ന് നിൻ്റെ ഭാഗ്യമാണെന്നത്. കാരണം ആ സമയത്ത് അവരെന്നെ കണ്ടിരുന്നുവെങ്കിൽ, കാരണം അവർ വർഷങ്ങളോളം ഇല്ല പ്ലാനാണ്. 4 മാസമായി ഇതെടുത്തിട്ട് തന്നെ 4 ലക്ഷം രൂപ അവരിവിടെ കളഞ്ഞിട്ടുണ്ട്. കാരണം 3 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 10-70,000 രൂപേൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 100% അവരെന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ വിടൂല. പിന്നെ അവർക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളെല്ലാം വീട്ടിലൊരു കള്ളം വന്നിട്ടുണ്ടെങ്കിൽ രാത്രി അവരെ പിടിക്കാൻ പറ്റൂല. എന്താ പറഞ്ഞാൽ അവർ രക്ഷപ്പെടാനുള്ള മാർഗ്ഗം ആദ്യം സ്വീകരിക്കും. നേരെ മറിച്ച് ഇന്ന് ഓപ്പറേഷൻ ചെയ്ത ടീം ആ പകുതി ഇട്ട 2 ഷട്ടർ താത്തിക്കഴിഞ്ഞാൽ ഞാൻ എന്നെ താഴ്ത്തി കുറ്റിയിട്ടാൽ അവർ പെട്ടു. അവർക്ക് പിന്നെ രക്ഷപ്പെടാൻ കഴിയൂല. അപ്പോൾ അവർ അതിനേക്കാളും വലിയ സേഫ്റ്റി പുറത്തുണ്ടാക്കിയിട്ടുണ്ടാവും. പുറത്ത് എന്തായാലും ടീം ഉണ്ടാവും, അല്ലാതെ ഈ വർക്ക് ചെയ്യാൻ കഴിയൂല. പോലീസിന്റെ തന്ത്രങ്ങളെ പാടെ അട്ടിമറിക്കുന്ന തരത്തിലായിരുന്നു കള്ളന്മാരുടെ തന്ത്രങ്ങൾ. മാസങ്ങൾക്ക് മുമ്പ് ലക്ഷ്യസ്ഥാനം കണ്ടെത്തുക, കള്ളന്മാരെ ഓരോരുത്തരായി രംഗത്തിറക്കുക, നാട്ടുകാരിൽ നിന്നും മുഖം മറച്ചു പിടിക്കാനെടുത്ത രീതി, പിന്നെ കടമുറികളിലെ സൂപ്പർ ആക്ഷൻസ്, ഇതെല്ലാം ഏതൊരു അന്വേഷണ ഉദ്യോഗസ്ഥനും ചിന്തിക്കുന്നതിലും അപ്പുറത്തായിരുന്നു. ഒരു തെളിവും അവശേഷിപ്പിക്കാതെ കള്ളന്മാർ കൊള്ളയും നടത്തി രക്ഷപ്പെട്ടു. അവശേഷിക്കുന്ന ഒരേ ഒരു തെളിവ് ഇസ്മായിലിന്റെ മുഖം ആരൊക്കെയോ കണ്ടതിന്റെ നേരിയ ഓർമ്മകൾ മാത്രമായിരുന്നു. പോലീസ് ആ കച്ചിത്തുരുമ്പിൽ തൂങ്ങിപ്പിടിച്ചു. ഇസ്മായിലിന്റെ രേഖാചിത്രം കൃത്യമായിരുന്നു. കുറ്റകൃത്യം ചെയ്തിട്ടുള്ള ആളുകൾ വളരെ വിദഗ്ധമായി അല്ലെങ്കിൽ സമർത്ഥമായിട്ട് ബാങ്കും പരിസരവും വീക്ഷിച്ചു എന്നതിൻ്റെയും, അല്ലെങ്കിൽ ഈ സംഭവത്തിന് കുറച്ച് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്, ഒരുപക്ഷെ മാസങ്ങളോ, അവർ അവിടെ പരിസരം വീക്ഷിച്ചു അല്ലെങ്കിൽ സമീപത്ത് ഉണ്ടായി എന്നതിന് തെളിവ് കൂടിയാണത്. അപ്പോൾ അത്തരം ഒരു സാമാന്യ ബുദ്ധി വെച്ചുള്ള ഒരു നിരീക്ഷണത്തിനാണ് അവർക്ക് കൃത്യമായ ഈ ഒരു സ്ട്രോങ് റൂം ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവുക. ചന്ദേര പോലീസ് സ്റ്റേഷൻ ഞൊടി നേരത്തിനുള്ളിൽ ജനനിബിഡമായി. നാലു മാസമായി താങ്കളെ പറ്റിച്ച കള്ളന്മാരെ നേരിട്ട് കാണാൻ അവർ തിക്കിത്തിരക്കി. ദിവസങ്ങൾ നീണ്ട പോലീസ് തന്ത്രങ്ങളിലൂടെ കള്ളന്മാരെ മുഴുവൻ പൊക്കി. പൊട്ടക്കിണറ്റിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങളും കണ്ടെടുത്തു. പോലീസിന്റെ തൊപ്പിയിൽ ഒരു പൊൻതൂവൽ കൂടി.
കേസിൻ്റെ ഒരു പ്രത്യേകത വളരെ ധൈര്യമായിട്ട് പറയാം, ഒരു മൂന്നാമറ, ഒരു തേർഡ് ഡിഗ്രി ടോർച്ചർ ഇല്ലാതെ ശാസ്ത്രീയമായ ഒരു ഇൻട്രോഗേഷൻ, സയൻറ്റിഫിക് ഇൻട്രോഗേഷൻ വെച്ചിട്ടാണ് ഞങ്ങൾക്ക് ഈ കേസ് തള്ളിക്കാൻ സാധിച്ചു. ഈ മുഴുവൻ ഞങ്ങൾക്കുണ്ടായിരുന്ന സംശയിക്കുന്ന എല്ലാ ആൾക്കാരനെ ശാസ്ത്രീയമായിട്ട് സയൻറ്റിഫിക്കായിട്ട് ചോദ്യം ചെയ്യലാണ് ഒരുപാട് വിവരങ്ങൾ കിട്ടി. ഈ കേസ് അല്ലാതെ ബാക്കി കേസിൽ ഉൾപ്പെട്ടതായി വിവരം കിട്ടി. ചെറുവത്തൂരിലെ വിശേഷങ്ങൾ ഇതോടെ തീരുന്നില്ല. 4 മാസമായി തങ്ങളുടെ നാട്ടിൽ താമസമാക്കിയ കള്ളന്മാരുടെ വീരസാഹസ കഥകളാണ് അവർ പറയുന്ന പുതിയ വിശേഷം. കള്ളന്മാരെ നേരിട്ട് കണ്ട ആളുകൾ കൂടുതൽ സംസാരപ്രിയരാകും. എങ്കിലും കയ്യെത്തും ദൂരത്ത് കിട്ടിയിട്ടും അവരെ തളയ്ക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന പരിഭവമാണ് പലർക്കും. പുതിയ കഥ കിട്ടുന്നതുവരെ ചെറുവത്തൂരിൽ കടന്നുകൂടിയ ഈ 7 കള്ളന്മാരെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. പോലീസിൻ്റെ സമർത്ഥമായ അന്വേഷണ പാടവം ഒന്നുകൊണ്ട് മാത്രമാണ് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പ്രതികളെ മുഴുവൻ വലയിലാക്കാൻ സഹായകമായത്. ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കാതെയാണ് പ്രതികൾ കൃത്യം നിറവേറ്റിയത്. പ്രതികളിൽ ഒരാളുടെ രേഖാചിത്രമാണ് പോലീസിന് പിടിവള്ളിയായി മാറിയത്. ഏത് കേസിലും പ്രതികൾ അവശേഷിപ്പിക്കുന്ന ഒരു തെളിവ് അവർക്ക് വിനയായി മാറുമെന്ന പ്രാപഞ്ചിക സത്യമാണ് ഇവിടെ വെളിവായത്. കുറ്റകൃത്യങ്ങൾ നമ്മുടെ നാട്ടിൽ പെരുകുകയാണ്. മറ്റൊരു പ്രമാദമായ കുറ്റകൃത്യത്തിൻ്റെ പിന്നാമ്പുറങ്ങൾ തേടി ഞങ്ങൾ വീണ്ടും യാത്രയാവുകയാണ്. മറ്റൊരു നാട്ടിലേക്ക്, മറ്റൊരു സത്യത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലൂടെ.